കേരള സംഘ ചരിത്രത്തിൽ കോഴിക്കോടിന് അതിപ്രധാനമായിട്ടുള്ള സ്ഥാനമാണുള്ളത്. ഒരു വിധത്തിൽ സംഘത്തിൻ്റെ സ്ഥായികമായ പ്രവർത്തനം ആരംഭിച്ചതും തുടർന്ന് അതിൻ്റെ നൈരന്തര്യം നിലനിർത്തിയതുമെല്ലാം കോഴിക്കോടിലാണ്. 1942 തേങ്കടജി കേരളത്തിൽ വന്നു, കോഴിക്കോടാണ് എത്തിയത്. അന്നു മുതൽ സ്വയം സേവകരായിട്ടുള്ള ആൾക്കാർ അവർ തുടർച്ചയായിട്ട് സംഘപ്രവർത്തനത്തിൽ മുഴുകുകയും അതിൽ തന്നെ അനവധി ആൾക്കാർ പിന്നീട് സംഘത്തിൻ്റെ പ്രചാരകന്മാരായിട്ട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ പ്രവർത്തനം ആരംഭിക്കാനും പോയി. സ്വർഗീയ മാധവ്ജി, മാർത്താണ്ഡേട്ടൻ, ഭരതേട്ടൻ, ആർ വേണുട്ടൻ എന്നിവരെല്ലാം തന്നെ ഈ കോഴിക്കോട് നിന്നും വളർന്ന് വികസിച്ചിട്ടുള്ള ആൾക്കാരാണ്. സംഘത്തിൻ്റെ പ്രവർത്തനം വളർന്നു. എറണാകുളം കേന്ദ്രമാക്കിയിട്ട് എറണാകുളം പ്രാന്ത കേന്ദ്രം നിലയ്ക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം വളർന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ സംഘപ്രവർത്തനത്തിന് വളരെ കാര്യമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി കൂടുതൽ ശാഖകൾ ശ്രദ്ധിക്കാനും നമ്മുടെ കാര്യകർത്താക്കന്മാർ, വളരുന്ന കാര്യകർത്താക്കന്മാരെ കേന്ദ്രീകരിച്ച് അവരെ വളർത്തിയെടുക്കാനും സംഘത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കേരളത്തെ 2 പ്രാന്തമാക്കി തിരിച്ച സമയത്ത് ഉത്തര കേരളത്തിൻ്റെ കേന്ദ്രം കോഴിക്കോടായി മാറി. സ്വാഭാവികമായിട്ടും കോഴിക്കോടിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. അനവധി തരത്തിലുള്ള വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളും സാമാജിക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മറ്റ് അനവധി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുകൊണ്ട് ധാരാളം കാര്യകർത്താക്കന്മാരുടെ കേന്ദ്രവും കോഴിക്കോടായിട്ട് മാറി. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി നേരത്തെ തന്നെ 1978 മുതൽ തന്നെ ഈ സ്ഥലം നമ്മുടെ സംഘത്തിൻ്റെ കാര്യാലയമായിട്ട് പ്രവർത്തിക്കുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം എരഞ്ഞിപ്പാലം ആ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ കാര്യാലയം കുറച്ചും കൂടി പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി ടൗണിലേക്ക് മാറണം, റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വേണം എന്നൊക്കെ ചിന്തിച്ച് അന്നൊരു പഴയ കെട്ടിടം അതും ഈ സ്ഥലവുമായിട്ട് എടുത്തതായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കോഴിക്കോടിൻ്റെ കേന്ദ്രത്തിനനുസരിച്ച് വേറൊരു സാമാന്യം നല്ലൊരു കെട്ടിടമൊക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ പ്രാന്ത കേന്ദ്രമാക്കിയിട്ടുള്ള നിലയ്ക്ക് അനവധി സൗകര്യങ്ങളും പ്രത്യേകിച്ച് അനവധി തരത്തിലുള്ള ബൈഠക്കുകളെല്ലാം നടത്തേണ്ടി വരും. സമൂഹത്തിനെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ വേണം. ആ സൗകര്യത്തിന് വേണ്ടി കാര്യാലയം ഒന്ന് പുതുക്കി പണിതു. ആ പുതുക്കിയ കെട്ടിടത്തിൻ്റെ ഗൃഹപ്രവേശമാണ് നടന്നിട്ടുള്ളത്. നിശ്ചയമായും നമ്മുടെ ഭാവി പ്രവർത്തനത്തിന് ഈ കേന്ദ്രം കൂടുതൽ സഹായകമാകും എന്നതിന് യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള ശുഭദിനത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഇന്ന് നമ്മുടെ ഈ കാര്യാലയത്തിൻ്റെ ഗൃഹപ്രവേശം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷകരമായ കാര്യമാണ്.